സോണിലെത്തി ബാഗ് കെട്ടി സെറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഒരു പൂച്ചസാറിനെ കണ്ടത്. പൂച്ചസാറാണെങ്കിലും എന്നെ കണ്ട ഉടനെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് പ്യൂർ സൗത്ത് നിന്ന് ഒരു ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നു. നേരെ പോയി സാധനം പിക്ക് ചെയ്തു. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോർട്ട് പ്ലാറ്റ്ഫോമിലായിരുന്നു കസ്റ്റമർ ഉണ്ടായിരുന്നത്. നമ്മളവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കസ്റ്റമർ വെയിറ്റ് ചെയ്തു. കസ്റ്റമർ എത്താൻ കുറച്ച് ഡിലേ ആയി. നമ്മളവിടെ ഫ്രണ്ട് സൈഡ് തന്നെയായിരുന്നു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധനം ഡെലിവറി ചെയ്തിട്ടുണ്ട്. നമുക്ക് 22 രൂപയാണ് ഏണിങ്സ് കിട്ടിയത്. അപ്പോൾ തന്നെ നമുക്ക് ആപ്പ് പിക്കപ്പിൽ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ചെന്നു. ഓർഡർ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഐറ്റം പിക്ക് ചെയ്ത് ലൊക്കേഷൻ നോക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഫ്ലാറ്റിലേക്കായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. നമ്മൾ നേരെ ചെന്നു. കസ്റ്റമർക്ക് സാധനം കൊടുത്തു. 31 രൂപയാണ് ഏണിങ്സ് കിട്ടിയത്. ചീസ് കബാബ് എന്നായിരുന്നു അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരെ ചെന്ന് ഓർഡർ ഇടേണ്ടായിരുന്നു. നേരെ പിക്ക് ചെയ്ത് കസ്റ്റമറിലേക്ക്. മാപ്പ് പറ്റിച്ചത് കാരണം കുറച്ച് മുന്നിലായിട്ടാണ് വണ്ടി എത്തിയത്. നമുക്ക് 41 രൂപ ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. സ്റ്റോറിൽ ലൊക്കേഷനിലെത്തി റീച്ചർ ലൊക്കേഷൻ കൊടുത്ത ഉടനെ നമ്മൾ സെൽഫി വെരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. മണം ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് സെൽഫി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ ലൊക്കേഷനിലെത്തി റീച്ചർ ചെയ്ത് കഴിഞ്ഞാലും സെൽഫി വെരിഫിക്കേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ഓർഡർ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മൾ സാധനം പിക്ക് ചെയ്തിട്ടുണ്ട്. ബാഗിൽ വെച്ച് സേഫ് ആക്കിയിട്ട് നേരെ കസ്റ്റമർ എത്തി പോയി. 47 രൂപയാണ് നമുക്ക് ഏണിങ്സ് കിട്ടിയിട്ടുള്ളത്. ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത ഓർഡർ അടിക്കുന്നത് SM സ്ട്രീറ്റിലുള്ള ടോപ്പ് ഫോം എന്നായിരുന്നു. നമ്മൾ നേരെ ടോപ്പ് ഫോമിലേക്ക് പോയി. ഈ ഓർഡറിന് റിട്ടേൺ ഏണിങ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ തവണയും പോലെ തന്നെ സ്വിഗ്ഗി നമ്മളെ പറ്റിക്കുന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയൂ. നമ്മൾ നേരെ പോയത് SM സ്ട്രീറ്റിലേക്കാണ്. ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന അമേരിക്കയിലാണെങ്കിലും നമ്മുടെ കേരളത്തിലാണ് അതിൻ്റെ ആവേശം മൊത്തം. നമ്മൾ SM സ്ട്രീറ്റ് മൊത്തം എല്ലാ ടീമിൻ്റെയും കൊടിയും ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ചെന്നു ഐറ്റം പിക്ക് ചെയ്തിട്ടുണ്ട്. എന്താ ഭംഗി! എന്തായാലും SM സ്ട്രീറ്റ് അടിപൊളി ആയിട്ടുണ്ട്, കളർഫുൾ ആയിട്ടുണ്ട്. നിങ്ങളേതാ ടീം എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ നേരെ ചെന്ന് കസ്റ്റമർ എത്തിക്കായിരുന്നു. നേരെ കസ്റ്റമറിൽ തെറ്റി ഐറ്റം ഡെലിവറി ചെയ്തിട്ടുണ്ട്. നമുക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ 7 രൂപ റിട്ടേൺ ഏണിങ്സ് കിട്ടുമെന്നാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. നമ്മളതിൽ ലൊക്കേഷനിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത് നേരെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. 116 രൂപയായിരുന്നു നമ്മുടെ ഏണിങ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. രൂപയാണ് ഏണിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പോരാത്തിന് നമ്മളെ 1.5 ട്രിപ്സ് കൗണ്ടും ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നത് കോസി ചിക്കനിലേക്കായിരുന്നു. നമ്മൾ നേരെ കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് നമ്മളെ മാങ്കാവുള്ള ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലേക്കായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. 34 രൂപയായിരുന്നു നമുക്ക് ഏണിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇൻസ്റ്റാമാർട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരെ ആക്സെപ്റ്റ് ചെയ്ത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ചെന്ന് അകത്ത് പോയി പീജിയൻ ഹോൾ നമ്പർ നോക്കിയിട്ടായിരുന്നു ഐറ്റം പിക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരെ അവിടുന്ന് കസ്റ്റമർ എത്തിക്കാണ് പോയിരുന്നത്. ബേപ്പൂർ ഭാഗത്തേക്കായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. നമുക്ക് ഡെലിവറി ചെയ്തതിനു ശേഷം 56 രൂപയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് ഓർഡർ പൊതുവെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് കഴിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് ഡ്യൂട്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. 55 രൂപ ഇൻസെൻറ്റീവ് അടക്കം 488 രൂപയാണ് ഇന്നത്തെ ഏണിങ്സ്.